നമ്മളുടെ കയ്യിലോട്ട് വരുന്ന പണത്തെ അത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ കംപ്ലീറ്റ് കൺട്രോളിൽ നിർത്തി നല്ല വെൽത്തിലേക്ക് പോകാമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? എല്ലാ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു 6 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. പണത്തെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്ന ഒരു 6 പ്രിൻസിപ്പിൾസ്. ഈ 6 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പണത്തിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ആയാലും ശരി, നിങ്ങളുടെ പണത്തിനോടുള്ള നിങ്ങളുടെ അപ്രോച്ചിനെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് ഈ 6 പ്രിൻസിപ്പിൾസിന് സാധിക്കും. എന്തൊക്കെയായിരുന്നു ഈ 6 പ്രിൻസിപ്പിൾസ്? നമുക്ക് ഈ വീഡിയോയിൽ ത്രൂ നോക്കാം. സോ ഗൈസ്, വെൽക്കം ടു ഹൗസ് ഓഫ് ട്രേഡിംഗ്. ബേസിക് ഓഫ് മണി മാനേജ്മെന്റ് ഫൗണ്ടേഷൻ ആയിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ അടിത്തറ ശക്തിപ്പെടുത്തിയിട്ട് വേണം മേളിലോട്ട് പോകാൻ എന്ന് പറയത്തില്ല, അത് തന്നെയായിരുന്നു മണി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇൻകം, എക്സ്പെൻസ്, സേവിങ്സ്. അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇൻകവും എക്സ്പെൻസും സേവിങ്സും നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു പ്രോപ്പർ മണി മാനേജ്മെന്റ്. ഒരു ബേസിക് തമ്പ് റൂൾ ഉണ്ട്. നമ്മളോട് എല്ലാ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആയാലും ശരി, നമ്മൾ ആരോട് സംസാരിച്ചാലും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയായിരുന്നു 50-30-20 പ്രിൻസിപ്പിൾ. എന്താണ് 50-30-20 പ്രിൻസിപ്പിൾ? നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇൻകം ഇല്ലേ, ആ ഇൻകത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കണം എന്നുള്ളതാണ് 50-30-20 പ്രിൻസിപ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. 50% അത് ഗ്രോസറീസ് ആകാം, നമ്മളുടെ വീടിന്റെ റെന്റ് ആകാം, ഹോം ലോണുകളാകാം, EMIs ആകാം, ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലുകളാകാം. ഇങ്ങനെയുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ 50%, നമ്മുടെ ഇൻകത്തിന്റെ 50% അവിടെ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്ത 30%, ഇപ്പൊ 100 രൂപയാണെങ്കിൽ 50 രൂപ നമ്മൾ EMIസും നമ്മളുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ചെലവാക്കിയെങ്കിൽ ബാക്കി വരുന്ന 30 രൂപ 30%, അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് നമ്മളുടെ എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. എങ്ങനത്തെ എക്സ്പെൻഡിച്ചർ ആയിരുന്നു? നമ്മൾക്കിപ്പോൾ ഫാമിലിയുമായിട്ട് ഔട്ടിങ്ങിന് പോകണം, മൂവിക്ക് പോകണം, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ ഔട്ടിങ്ങിനും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടായിരിക്കണം ഈ 30% എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഈ 30% വരുന്നത്. 100 രൂപയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ അതിനകത്ത് 30 രൂപ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കണമെന്നാണ് പറഞ്ഞത്. ബാക്കി 20%, ബാക്കി വരുന്ന 20 രൂപ അത് എപ്പോഴും സേവിങ്സിലോട്ടോ ഇൻവെസ്റ്റ്മെന്റിലോട്ടോ നിർബന്ധമായിട്ട് നമ്മൾ പോകണം. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാറില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഘടകമില്ലേ, സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. സോ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഇൻകത്തിന്റെ 20% എന്തായാലും നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതായിരുന്നു ബേസിക് ആയിട്ട് 50-30-20 പ്രിൻസിപ്പിൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠം. ബേസിക് തമ്പ് റൂൾസ് ആയിരുന്നു പറയുന്നത്. മണി മാനേജ്മെന്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളായിരുന്നു 50-30-20 പ്രിൻസിപ്പിൾ. മണി മാനേജ്മെന്റിന്റെ ബേസിക്സ് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെ മണി മാനേജ് ചെയ്യാം? ആക്റ്റീവ് മണി മാനേജ്മെന്റും ഉണ്ട്, പാസീവ് മണി മാനേജ്മെന്റും ഉണ്ട്. എന്താണ് ആക്റ്റീവ് മണി മാനേജ്മെന്റ്? പണത്തെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ആക്റ്റീവ് മണി മാനേജ്മെന്റ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നില്ലേ, അത് എന്റെ പണത്തെ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ എന്റെ ആക്റ്റീവ് ഇൻകം സോഴ്സിൽ ആക്റ്റീവ് മണി മാനേജ്മെന്റിൽ വരുന്നൊരു പ്രക്രിയയല്ലേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതേ സെയിം രീതിയിൽ തന്നെ ആയിരുന്നു നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലെങ്കിൽ സ്റ്റോക്കുകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ആക്റ്റീവ് മണി മാനേജ്മെന്റ് ആണ്. പാസീവ് മണി മാനേജ്മെന്റ് എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. മ്യൂച്വൽ ഫണ്ടുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ FDയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇങ്ങനെയുള്ള നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ പണത്തെ വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു റെന്റൽ പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കുന്നത്, അതെല്ലാം പാസീവ് മണി മാനേജ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് ആക്റ്റീവ് മണി മാനേജ്മെന്റ്, ഒന്ന് പാസീവ് മണി മാനേജ്മെന്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മണി മാനേജ്മെന്റ് ബേസിക്സ് നോക്കി, ആക്റ്റീവും പാസീവും മണി മാനേജ്മെന്റും നോക്കി, ടൈപ്സ് ഓഫ് മണി മാനേജ്മെന്റിൽ നോക്കി. ഇനി വരുന്നത് ബഡ്ജറ്റിംഗ് ആയിരുന്നു. എങ്ങനെ നമ്മളുടെ കയ്യിലോട്ട് വരുന്ന വരുമാനത്തെ നമുക്ക് ബഡ്ജറ്റ് ചെയ്യാം? 3 രീതിയിലാണ് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. എന്താണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്? കയ്യിൽ വരുന്ന വരുമാനത്തിന്റെ എല്ലാ എമൗണ്ടിനെ ഒരു പർട്ടിക്കുലർ, ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 100 രൂപയാണ് വരുന്നതെന്ന് എഴുതുക. അതിനകത്ത് 20 രൂപ ഗ്രോസറി വാങ്ങാൻ, 20 രൂപ റെന്റ് കൊടുക്കാൻ, 20 രൂപ കാറിന്റെ EMI അടക്കാൻ, 20 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഓരോ കാറ്റഗറിക്കും പർട്ടിക്കുലർ ആയിട്ട് ഇത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുന്നതിനെയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ
അഡീഷണൽ എമൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ഇൻകം എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിച്ച് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ സേവിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, അതിനെല്ലാം കൃത്യം ബ്രാക്കറ്റിൽ കൊണ്ടുവന്നതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. രണ്ടാമത്തെ ബഡ്ജറ്റിംഗ് സിസ്റ്റം അത് എൻവലപ്പ് സിസ്റ്റം ആയിരുന്നു. എൻവലപ്പ് ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയും. എന്താണ് എൻവലപ്പ് ബേസ്ഡ് ബഡ്ജറ്റിംഗ്? ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ 20 രൂപ കൃത്യമായിട്ട് ഗ്രോസറിക്ക് അലോക്കേറ്റ് ചെയ്തില്ലേ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. 20 രൂപയ്ക്ക് കൂടുതൽ നമ്മൾ ഗ്രോസറിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ 100 രൂപയുടെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ 30 രൂപയിൽ കൂടുതൽ ഒരു കാരണവശാലും ഈ മാസം എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇങ്ങനെ പോകുന്ന ഒരു എൻവലപ്ഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് മുൻകൂട്ടി ഫിക്സ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലോട്ട് നമ്മളുടെ ബഡ്ജറ്റിംഗ് പോകത്തില്ലെന്ന് ഉറപ്പ് വരുത്തുന്നതിനെയാണ് നമ്മൾ എൻവലപ്പ് ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ബഡ്ജറ്റിംഗ് ടൈപ്പ് ആയിരുന്നു അത് പേ യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യമേ നമ്മൾക്ക് ഒരു മാസം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് സേവ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ ബാലൻസ് വരുന്ന എമൗണ്ട് സ്പെൻഡിങ്സിന് വേണ്ടിയിട്ട് എടുക്കാവൂ. സോ ബാലൻസ് നമ്മളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിന് വേണം നമ്മൾ ഒരു പർട്ടിക്കുലർ മന്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു മാറാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെന്നായിരുന്നു. ആദ്യം തന്നെ ഞാൻ 50 രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രം വരുന്ന ഒരു എമൗണ്ട് ഞാൻ എൻ്റെ സ്പെൻഡിങ്സിന് വേണ്ടിയിട്ടും എൻ്റെ ബാക്കി എല്ലാ ചെലവുകൾക്കും വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. സോ ആദ്യം നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിയതിന് ശേഷം സ്പെൻഡിങ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ 3 ബഡ്ജറ്റിംഗ് രീതികളിൽ എല്ലാം എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല. സാലറി പേഴ്സൺസ് ഉണ്ടാകാം, അതേപോലെ തന്നെ ബിസിനസ് ആൾക്കാരുണ്ടാകും. സോ അവരവർക്ക് എന്താണോ സൂട്ട് ആവുന്നത് അത് എക്സ്പെരിമെന്റ് ചെയ്യുകയോ ഇല്ല, നിങ്ങൾക്ക് സൂട്ട് ആവുന്നത് നിങ്ങൾ കണ്ടെത്തി ഇല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ ഒരു ഹെൽപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ അത് ഡിസൈൻ ചെയ്യുകയാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇതിൽ ഏത് മെത്തേഡ് എടുത്താലും ശരി നമ്മൾ കൃത്യമായിട്ട് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു ലോങ് ടേമിൽ നമുക്ക് നല്ല റിസൾട്ട് തരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. നാലാമത് വരുന്ന കാര്യം അത് റിസ്ക് മാനേജ്മെന്റ് ആയിരുന്നു. നമ്മൾ എപ്പോഴും മണി മാനേജ് ചെയ്യുന്ന സമയത്ത് അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന റിസ്ക്കും കൂടെ നമ്മൾ എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്താണ് റിസ്ക് മാനേജ്മെന്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻ കേസ് നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ഒരു മന്ത്ലി ഇൻകം പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നു, ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലമോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് ആ ഒരു ഇൻഫ്ലോ വരാതിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസും പ്രോപ്പർ കവറേജസും കാര്യങ്ങളും എപ്പോഴും അലോക്കേറ്റ് ചെയ്ത് മാറ്റിവെച്ച് നമ്മളുടെ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ബഡ്ജറ്റിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയായിരുന്നു റിസ്ക് മാനേജ്മെന്റ്. പലരും ഈ ഒരു സ്റ്റേജ് മാത്രം എപ്പോഴും സ്കിപ്പ് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു 6-7 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും ഒരു സേവിങ്സ് ഒരു ഇൻവെസ്റ്റ്മെന്റും ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്നത്. പെട്ടെന്നായിരിക്കും ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻസും കാര്യങ്ങളും വന്നിട്ട് ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റഡ് ആയി വരുന്നത്. അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിസ്ക് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഇതിനകത്ത് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. അഞ്ചാമത് വരുന്ന കാര്യം അത് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആയിരുന്നു. 3 കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് രീതികളുണ്ട്. ഒന്ന് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ്, ഒന്ന് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ്, ഒന്ന് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ്? നല്ല സ്റ്റോക്കുകൾ നമ്മളെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്ത് ഒരുപാട് നാളുകളായിട്ട് നല്ല റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കുന്നതിനാണ് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാല്യൂ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തി ആ പർട്ടിക്കുലർ സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അതിനൊരു ഗ്രോത്ത് എടുക്കുന്നതിനെയാണ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായിരുന്നു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എപ്പോഴും നമ്മൾ സ്റ്റോക്സ് പിക്ക് ചെയ്യാൻ നേരം അത് അണ്ടർ വാല്യൂഡ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പിക്ക് ചെയ്യാനായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും വാല്യൂ ഇൻവെസ്റ്റ്മെന്റ്. മൂന്നാമത്തത് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇൻകം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഒരുപാട് പേര് പോകുന്നത് കണ്ടിട്ടില്ല. നമ്മൾ NRIs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്? കൃത്യമായിട്ട് റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റോക്സ്, ഡിവിഡൻഡുകളാകാം, ഇല്ലെങ്കിൽ ഡിവിഡൻഡ് ഗിവിംഗ് മ്യൂച്വൽ ഫണ്ടുകളാകാം. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സുകളിൽ നിക്ഷേപിക്കുമ്പോൾ അത് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ആവും. 3 കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഒന്ന് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ്, വാല്യൂ ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ആറാമതായിട്ട് വരുന്നത് പർട്ടിക്കുലർലി ടൂൾസ് ആയിരുന്നു. നമ്മൾ ഈ മണി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും അത് നല്ല രീതിയിലാണോ വർക്കൗട്ട് ആകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് എക്സൽ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആപ്പുകളും കാര്യങ്ങളും എല്ലാം റെഡിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത്
നിങ്ങളുടെ മണി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇട്ടാൽ മതി. ആ ഒരു എക്സൽ ഷീറ്റ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡേറ്റാസ് എല്ലാം ഫിഗർ ഔട്ട് ചെയ്യാനായിട്ടും ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് തരാനായിട്ടും സഹായിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മണി മാനേജ്മെന്റ് ഭാഗമായിട്ട് എക്സൽ ഷീറ്റുകൾ യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും പോയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എക്സൽ ഷീറ്റുകൾ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സേവിങ്സ് ആയാലും അതേപോലെ തന്നെ ഇൻകത്തിന്റെ കാര്യങ്ങളായാലും എക്സ്പെൻഡിച്ചറിന്റെ കാര്യങ്ങളായാലും ഒരു ചെറിയൊരു എക്സൽ ഷീറ്റും അതിനകത്ത് ഒന്നോ രണ്ടോ കുട്ടി കുട്ടി ഫോർമുലാസും മാത്രം മതി നിങ്ങളുടെ മണി മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റൂള് നമ്മൾ സംസാരിച്ചു. ആക്റ്റീവും പാസീവും ഇൻകം എന്തൊക്കെയാന്ന് പറഞ്ഞു. 3 ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ വേണമെന്ന് നോക്കി. അത് കൂടാതെ എന്തൊക്കെ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് രീതികളാണുള്ളതെന്നും എന്ത് ടൂൾസ് ആണ് നമ്മൾ നമ്മളെ മണി മാനേജ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സൂട്ട് ആവുന്നതല്ല. ഓരോരുത്തരുടെ ലൈഫിലെ സിറ്റുവേഷൻസും അവരുടെ ഇൻകവും എക്സ്പെൻഡിച്ചറും എല്ലാം കണക്കാക്കിയതിനു ശേഷം അവർ തന്നെയാണ് അവരുടെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കേണ്ടത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ.